ഗുഡ് മോർണിംഗ് മാഡം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൽ ജിയുടെ മൾട്ടി ഹോം എന്ന് പറഞ്ഞ സാധനം. ഈ മൾട്ടി ഹോമിൻ്റെ കാറ്റലോഗ് മാഡത്തിന് ഞാൻ ഫോർവേഡ് ചെയ്യാം. ഞാൻ അതല്ലാതെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഈ ഇതിൻ്റെ കാറ്റഗറി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ VRFന് പകരം ഉള്ള എൽ ജിക്ക് മാത്രമുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. സ്റ്റാർട്ടിങ് ഫ്രം 2 ടൺ ടു 4 ടൺ, 2 ടണ്ണ് മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 ടൺ വരെയാണ് ഔട്ട്ഡോറിൻ്റെ കപ്പാസിറ്റി. ഒരു ഔട്ട്ഡോർ ഇരുന്ന് 3 ഇൻഡോർ കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈ വോൾ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഈ ടൈപ്പ് കൊടുക്കാം, അതല്ലെങ്കിൽ കാസറ്റ് ടൈപ്പ് കൊടുക്കാം. ഈ കാസറ്റ് വൺ സൈഡ് ആണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ലോ സ്റ്റാറ്റിക് ഡക്റ്റും കൊടുക്കാം. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഡോർ കൊടുക്കാം ഒരു ഔട്ട്ഡോറിൽ. ഈ ഔട്ട്ഡോർ സ്റ്റാർട്ടിങ് ഫ്രം 2 ടൺ ടു 4 ടൺ. ഈ കാറ്റലോഗിനകത്ത് മാഡം പോയി കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഞാൻ ചില പോയിന്റുകൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. ഇതിനകത്ത് ഈ ഒരു പേജിനകത്ത് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഈ 2 ടൺ ടു 4 ടൺ എന്ന് പറഞ്ഞാൽ 2 ടണ്ണിനകത്ത് വരുമ്പം ഈ 12 എന്ന് പറയുന്നത് 1 ടൺ ആണ്, 12,000 BTU അറിയാമല്ലോ. ഈ 18 എന്ന് പറഞ്ഞാൽ 18,000 BTU, 1.5 ടണ്ണ്. 24,000 എന്ന് പറയുന്നതിനാണ് ഈ 24 ഇട്ടിരിക്കുന്നത്, 2 ടൺ. അപ്പം അതായത് ഈ 2 ടണ്ണ് വരുമ്പം 1 ടൺ ആയിട്ട് കൊടുക്കാം, 1 ടണ്ണും അതേപോലെ 1.5 ടണ്ണുമായിട്ട് കൊടുക്കാം. 2.5 വരുമ്പോൾ അതേപോലെ തന്നെ 1 ടണ്ണ് 1.5 1.1.1.1ഉം 2ഉം. അപ്പം 3 ടണ്ണ് 3 യൂണിറ്റ് വരുമ്പം 12 11 1.5. ഇതാണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന മെഷീന്. 3 മെഷീനും ഈ മെഷീനായിരിക്കും വരുന്നത്. അത് ഒരു മെഷീൻ ഈ 12 18 24 എന്നൊരു മെഷീന്, ഒരു മെഷീൻ 18 18 18, വേറൊരു മെഷീനും ഇതേപോലെ തന്നെ 18 18 18, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഇതാണ് ഞാൻ ആ കാറ്റലോഗ് എടുത്ത് കാണിക്കാൻ കാര്യം. ഈ കാറ്റലോഗിൻ്റെ ഇവിടെ മാഡത്തിൽ നിന്ന് കാണാം, ഇത് കണ്ടോ, ഇത് വൺ സൈഡ് കസറ്റാണ്. ഈ വൺ സൈഡ് കസറ്റിനകത്ത് നമുക്ക് 2 ടണ്ണും അവൈലബിൾ ആണ്, 1.5 1. നമ്മുടെ എല്ലാ യൂണിറ്റ്സും ഈ കാസറ്റാണ് ടൈപ്പ് വരുന്നത്. ഈ ഹൈ വോള് എന്തുകൊണ്ട് എടുക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചായിരുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തൊട്ട് പുറകെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇൻവെർട്ടർ കംപ്രസറാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം മാഡം കാറ്റലോഗിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഇത് ഔട്ട്ഡോറിൻ്റെ സ്പെസിഫിക്കേഷനും ഹൈറ്റും ഇതൊക്കെയാണ്. നേരത്തെ നമ്മൾ മേളിൽ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് കണ്ടോ, ഇതാണ് ലോ സ്റ്റാറ്റിക്. ഇങ്ങനെ നമുക്ക് ഈ ഡക്ട് ചെയ്യാനും പറ്റും. ഇതാണ് വൺ വേ കാസറ്റ്. നമ്മൾ 4 വേക്ക് പകരം 1 വേ കാസറ്റ്. അപ്പം ആ 1 വേ കാസറ്റിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാറ്റലോഗ് എടുത്തത്. ഇതുണ്ടോ, സ്ലിം ആയിരിക്കും മെഷീന്. അതായത് നമുക്ക് 132 mm വരത്തുള്ളൂ ഹൈറ്റ്, മെഷീൻ്റെ ഹൈറ്റ്, സീലിങ്ങിൻ്റെ ഹൈറ്റ്. എന്നിട്ട് അത് സീലിങ്ങിൽ ഇരുന്ന് ഈ ഒരു 1 വേ ഇതുണ്ട്. ഇത് ബാക്ക് സൈഡിൽ ഇത് ഒരു ഗ്രില്ലാണ്. ഇവിടുന്ന് എയർ എടുക്കും, എന്നിട്ട് ഈ ഇവാപ്പറേറ്റർ പൈപ്പിലൂടെ ഇത് കോൾഡ് എയർ ആയിട്ട് തള്ളും. അതാണ് ഈ ഫോട്ടോസിനകത്തും എല്ലാം കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഡക്റ്റബിൾ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡക്റ്റും നമുക്ക് ചെയ്യാം. ഡക്റ്റും ചെയ്യാം. ഞാൻ ഡിസൈനിലോട്ട് വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാഡത്തിന് കാണാം, ഈ ഡയമെൻഷൻ ഹൈറ്റ് 132 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇത് നമ്മുടെ ആ ഓട്ടോക്കാർഡ് തന്നെയാണ് മാഡം. ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ സെയിം മെഷർമെൻറ്റ് എടുത്താണ് ഇത് ചെയ്തത്. ഇതിനകത്ത് ഇത് ബാക്ക് സൈഡിൽ നിന്നാണ്, വെസ്റ്റ് സൈഡാണ് ഈ കാണിക്കുന്നത്. വെസ്റ്റ് സൈഡിൽ 2 യൂണിറ്റ്. അപ്പം ഇത് 4 ടൺ ആണ്. ഈ 4 ടണ്ണിനകത്ത് പോകുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, ഒരു ഗസ്റ്റ് ബെഡ്റൂം, അതേപോലെ തന്നെ നമ്മുടെ ഫോർമൽ ലിവിങ് റൂം 1 2 3. അതേപോലെ തന്നെ ഈ മെഷീനകത്ത് ഇരുന്ന് 2 മെഷീനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. കിച്ചണിലേക്ക് വേണ്ട ത്രോ എന്ന് പറഞ്ഞ കാരണം 2 മെഷീനല്ലേ നമ്മൾ, ഇത് 1.5 1.5 ആയിരുന്നു. അപ്പോൾ ഇന്നലെ കസ്റ്റമറുമായിട്ട് സംസാരിച്ചപ്പം കിച്ചണിനകത്തും കൂടെ വേണം എന്നിങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉടമസ്ഥൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് പ്രശ്നമില്ല സാറേ, ഈ 2 മെഷീന് പകരം 3 മെഷീനുള്ളത് ഒരെണ്ണം അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്നോട് നമ്മുടെ ഓണർ ചോദിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പുള്ളിക്കാരൻ്റെ പേരെനിക്ക് അറിയാൻ മേലാത്ത കാരണമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചായിരുന്നു, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 1 വേ കസറ്റ് പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് സ്പ്ലിറ്റിലോട്ട് പോയിക്കൂടെ? സ്പ്ലിറ്റിലാകുമ്പം ഈ സീലിങ്ങിൻ്റെ ഇഷ്യൂസസ് വരുന്നേ ഇല്ലല്ലോ.
എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാറേ സ്പ്ലിറ്റിൽ പോകുന്നത് കുഴപ്പമില്ല, സ്പ്ലിറ്റിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം വോളിന്റെ ഏത് വോളാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇതാണ് ഹെഡ് റെസ്റ്റ് പൊസിഷൻ. അപ്പോൾ ഹെഡ് റെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയില്ല, അല്ലെങ്കിൽ അത് വാർഡ്രോബാണ് വരുന്നത്. ഇത് ഫുള്ള് വിൻഡോയാണ് വരുന്നത്. അപ്പം നമ്മൾ പിന്നെ ഉള്ളത് ഈ ഭിത്തിയ. ഇതിലോട്ട് നമുക്ക് ഈ 45 ഡിഗ്രി ആംഗിളിലാണ് ത്രോ വരുന്നത്. സ്പ്ലിറ്റിനാണേലും ഈ പറഞ്ഞ നമ്മുടെ കാസറ്റ് ആണെങ്കിലും എല്ലാം ഒരു 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഹെഡ് റെസ്റ്റ് വരുന്ന ആൾക്ക് കിട്ടത്തില്ല, ഈ കാലിലോട്ടായിരിക്കും അടിക്കുന്നത് ഇവിടെ വരുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് കൊണ്ടുവരണം. ഓപ്പോസിറ്റ് കൊണ്ടുവന്നാലും ഈ റൂമിന്റെ ഫുൾ കവറേജ് നമ്മൾ എപ്പോഴും ബെഡിന്റെ സൈഡിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇത് സൈഡിലോട്ട് തന്നെ വിൻഡോ സൈഡിലോട്ട് എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. വിൻഡോ സൈഡിലോട്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് വെസ്റ്റ് ആണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അവർ ഒരു മണി 2 മണി കഴിയുമ്പം അകത്തോട്ട് ഈ പറഞ്ഞ സോളാർ ഗെയിൻ വരും. അപ്പോൾ ഈ ചൂട് കാറ്റിനെ തന്നെ ഈ പറഞ്ഞ ചൂട് കാറ്റിനെ തന്നെ അത് കോൾഡ് എയർ ആക്കി മാറ്റും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. അതല്ലാതെ ഇത് എങ്ങോട്ട് വേണമെങ്കിലും പൊസിഷൻ ചെയ്യാം. ഇന്റീരിയറിനകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ ജനലിരുന്ന് ഈ ലൈനിലാണ് വെച്ചിരിക്കുന്നത്. ഈ ലൈനിലും അതേപോലെ തന്നെ ഈ ബെഡിന്റെ ലൈനിലാണ് ഞാൻ ആ ഇൻഡോർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വോള്, ഇത് ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ഒന്നും എടുത്തില്ല. ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ഒക്കെ എടുക്കാൻ ഇത് ഓപ്പൺ സ്പേസും ഒക്കെ അതിൻ്റെ ഒരു ടൈമിംഗ് എടുത്തില്ല. നമ്മൾ എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ മുറിയുടെയും എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് നോക്കി, ആ സ്ക്വയർ ഫീറ്റിനെക്കാട്ടിലും ഒരു 20% കൂട്ടാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ചിലയിടത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫീറ്റിന് നോർമൽ നമ്മൾ സ്പ്ലിറ്റിൽ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ സ്പ്ലിറ്റിൽ 1 വെക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇവിടെ 0.75 വെക്കത്തില്ല. അത് എന്തിനാ വെക്കുന്നത് പറഞ്ഞാൽ നമുക്ക് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ സ്പ്ലിറ്റ് ഭിത്തിയിലാണ് നിൽക്കുന്നത്. കാസറ്റ് നമുക്ക് ശരിക്കും ഒരു റൂമിന്റെ നടുക്കാണെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈവൻ കവറേജ് സ്പ്ലിറ്റിന് പറ്റാത്ത സ്ഥലം ഈ കാസറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആ മേളില് സീലിംഗിൽ നിൽക്കുന്ന കാരണം ഹോട്ട് എയർ എടുക്കുന്നതും അതേപോലെ തന്നെ ബ്ലോവർ ത്രോ ചെയ്യുന്നതും ഇതുമെല്ലാം എഫിഷ്യൻസി കൂടുതലായിരിക്കും ഈ മെഷീൻ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ മെഷീൻ വരുന്നത്. സാംസങ്ങിന്റെ ഞാൻ ആ സ്കെച്ചപ്പിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ വരും. ഇവിടെ നിന്നായിരിക്കും ത്രോ വരുന്നത്, താഴെ ഇരുന്നാണ് എയർ സക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഇത് വരുമ്പോൾ ബാക്ക് സൈഡ് ഇതാണ് ബാക്ക് സൈഡ്. അപ്പോൾ ഈ മുറിക്കകത്ത് 192 സെന്റിമീറ്റർ, 192 സ്ക്വയർ ഫീറ്റ്. ഇത് 160, ഈ ഏരിയ 144. അപ്പം ശരിക്കും ഈ 192 വരുന്ന സ്ഥലത്ത് 2 ടൺ വേണ്ടതാണ്. നമ്മളിവിടെ 1.5 ടൺ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഇത് ജനലിന് അങ്ങോട്ട് വരുന്നുണ്ട്. 1.5 ടൺ പെർഫോമൻസ് ബേസ് വരുമ്പം ഈ എയർ കണ്ടീഷണർ ഓഫ് ആയിരിക്കുമ്പം ഇത് 2 ടണ്ണിനെക്കാട്ടിലും പെർഫോമൻസ് വരും. അപ്പോൾ ഇത് മോർ ദാൻ എനഫ് ആയിരിക്കും. ഇവിടെ 160, ഇത് 1.5 വെക്കേണ്ട സ്ഥലത്ത് 1 വെച്ചിരിക്കുന്നത്. ഇവിടെ 2 ടൺ ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 144 വരുന്നതിന് 2 ടൺ ആണ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിന് ഓപ്പൺ ഏരിയ, ഈ കോർട്ട് ഏരിയ ഒക്കെ വരുന്ന കാരണം നമ്മൾ ഈ 1, 2, 3 മെഷീൻ ഇതിലോട്ട് വരും. അതായത് ഈ മെഷീൻ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായിട്ടാണ് സപ്ലൈ. ഈ 2 മെഷീനും രണ്ടാമത്തെ യൂണിറ്റിലോട്ടാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, കിച്ചണിലും കൂടെ ഒരു യൂണിറ്റ് വേണമെന്ന്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ആ കവറേജ് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് 514. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, അതായത് നമ്മൾ ആ സ്റ്റെയർ കേസിന്റെ ഈ ഏരിയകൾ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. അതായത് ഈ ഏരിയ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ ഈ രീതിയിലുള്ള ഡിസൈനിങ്ങിൽ നമുക്ക് കസ്റ്റമറിന് റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി കൺഫേം ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കോർട്ട് റൂമിന്റെ മേളിൽ നിങ്ങളൊരു ഷട്ടർ വരുന്നുണ്ട്. കാരണം ഈ അതുവഴി എയർ വേസ്റ്റേജ് ആയാൽ ഈ 25 ഡിഗ്രിയുടെ ടൈം ഡിലേ അല്ലെങ്കിൽ ആ ഇന്റർവെൽ ടൈം കുറയും. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.
അപ്പം ഇവിടെ ഇത് നമ്മൾ വെച്ചിരിക്കുന്നതും ഈ സോഫയുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതായിട്ടും ഇത് ഈ ഡൈനിങ്ങിന്റെ ഈ ഏരിയ ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അത് ഒരു യൂണിറ്റും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു മെഷീനിൽ ഇരുന്നാണ് ഈ 3 ഇൻഡോർ പോകുന്നത്. 1, 2, 3. അപ്പൊ ഇവിടെ ഈ പ്ലാൻ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ജനൽ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ ഈ മെഷീനെ ബാധിക്കത്തില്ല. മെഷീൻ ഈ പറഞ്ഞ 132 സെന്റിമീറ്റർ ആണ് സീലിങ്ങിനകത്തോട്ട് പോകുന്നത്. ഫ്രണ്ടിൽ ഈ പറഞ്ഞ ഒരു ചെറിയ ഈ ഫ്രണ്ടിലത്തെ പാനലിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. 3 സെന്റിമീറ്റർ പാനൽ. അത് ഊരി കഴിഞ്ഞാൽ ഫിൽറ്ററും കാര്യങ്ങളും എടുത്ത് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മെഷീന്റെ പ്ലേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ. ഇതിന്റെ പൈപ്പുകൾ പോകുന്നത് ഈ ഇൻഡോർ ടു ഔട്ട്ഡോർ ഉണ്ട്. ഇപ്പോൾ ഓരോ മെഷീനും ഈ മെഷീനിൽ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് പോകണം, ഈ മെഷീനിൽ നിന്ന് ഇങ്ങോട്ട് പോകണം, ഈ മെഷീനിൽ നിന്ന് ഇങ്ങോട്ട് പോകണം. ഈ മെഷീൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ മൂന്ന് ഔട്ടാണ് വരുന്നത്. അതായത് ഒരു സക്കിങ് പൈപ്പാണെങ്കിൽ അത് 3 ഡിസ്ചാർജ് പൈപ്പ് 3. ഇങ്ങനെ ഇതിലോട്ട് 3 പൈപ്പ്, ഇതിലോട്ട് 2 പൈപ്പ്, ഇതിലോട്ട് 2 പൈപ്പ്, ഇതിലോട്ട് 2. അപ്പൊ ഈ പൈപ്പിങ് പോകുന്നത് അകത്തൂടെ കൊണ്ടുപോകാൻ ടീം എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പുറത്തൂടെ കൊണ്ടുപോകും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്ത് ഓട്ടോ കാർഡിനകത്ത് ആ ലിൻഡലും ആ ബീമിന്റെ ഒക്കെ ഒരു ഇത് തന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ ഇരുന്ന് സാവകാശം നോക്കിയിട്ട് ഇതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഇലക്ട്രിക്കൽ സപ്ലൈ ഐസൊലേറ്റർ എല്ലാം പുറത്താണ്.